നമസ്കാരം. ഇന്ന് ജൂൺ 19 വായനാ ദിനമായിട്ട് ആചരിക്കുന്ന ദിവസമാണ് ജൂൺ 19. നമസ്കാരം, ഞാൻ ഭുവനേശൻ. ഭുവൻ സ്റ്റോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഏറ്റവും ഫേമസായ, ഈ അടുത്ത കാലത്തെ ഏറ്റവും ഫേമസായ, കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസായ ഒരു ബുക്കാണ് ഇന്ന് ഞാൻ റിവ്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഈ ബുക്കാണ്, എൻ്റെ പേരാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ശ്രീ ബാബു എബ്രഹാം എന്ന് പറയുന്ന ഒരാളാണ് ഇത് എഴുതിയത്. ഈ പുസ്തകം ഒരു വർഷം കൊണ്ട് 100ഓളം പതിപ്പുകൾ ഇറങ്ങിയ ഒരു ബുക്കാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ. ഇടുക്കി ജില്ലയിലെ കമ്പിളിക്കണ്ടം എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ 1974 ജനിച്ച ആളാണ് ബാബു എബ്രഹാം. അന്ന് ഈ 70-80 കാലഘട്ടത്തിൽ കേരളത്തിൽ ജനിച്ച, ഓരോ ഗ്രാമപ്രദേശങ്ങളിൽ ജനിച്ച ആളുകൾക്കുണ്ടാകുന്ന അവസ്ഥകളെ കുറിച്ച് ഈ പുസ്തകത്തിൽ ഒരു സാധാരണ ഫാമിലിയിൽ ജനിക്കുന്നവർക്ക് അനുഭവിക്കേണ്ടി വരുന്ന എല്ലാ കാര്യങ്ങളും വളരെ ആത്മകഥാംശ രൂപത്തിലാണ് അദ്ദേഹം ആ ബുക്കിൽ പകർത്തി വച്ചിരിക്കുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതകഥയുമായി വളരെ അടുത്ത് നിൽക്കുന്ന ഒരു കഥയാണ് കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന് പറയുന്നത്. കാനായിലെ കല്യാണത്തിന് കാൽ കഴുകാൻ വച്ചിരിക്കുന്ന കൽഭരണികളിൽ വച്ചിരിക്കുന്ന വെള്ളത്തെ മാറ്റി നല്ല വെള്ളം നിറച്ച് അതിനെ വീഞ്ഞാക്കി മാറ്റിയ യേശുവിൻ്റെ കഥ നിങ്ങൾ കേട്ടിരിക്കും. അതുപോലെ ഒരു വീഞ്ഞാണ് ഈ കഥ. അഷ്ടമൂർത്തി എന്ന് പറയുന്ന അവതാരിക എഴുതിയ ഈ ബുക്കിൽ ബാബുവിൻ്റെ ബാല്യവും കൗമാരവും തുടർന്നുള്ള ജീവിതവും പറയുന്നു. ജീവിതത്തിലെ മൂല്യങ്ങളെക്കുറിച്ചും അതിൽ വിശദമായി പറയുന്നുണ്ട്. ഈ നന്ദിക്കുന്നിലെ മേരി എന്ന് പറയുന്ന ആളാണ് ഈ ബാബുവിൻ്റെ അമ്മ. മേരിയുടെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും പ്രതിപാദിക്കുന്നതും ഒരമ്മയും 4 മക്കളും ചേർന്ന് അതിജീവനം നടത്തുന്ന ഒരു കാലഘട്ടത്തിൻ്റെ കഥയാണ് അത്. അതിൽ അമ്മ പറയണ ഒരു വാക്കുണ്ട് ബാബുവിനോട്. ഏതൊരു മോട്ടിവേഷൻ ബുക്കുകളിലും കാണാത്തത്ര മോട്ടിവേഷനാണ് ബാബുവിന് ആ ഒരു വാക്കുകൾ കൊണ്ട് അമ്മ കൊടുക്കുന്നത്. മകനെ, വെള്ളപ്പൊക്കം ഉണ്ടായാൽ എല്ലാം നശിക്കും, പക്ഷേ തലയ്ക്ക് മീതെ വെള്ളം വന്നാലും ആ വെള്ളത്തിൽ ഒഴുകി വരുന്ന മരങ്ങളും വള്ളികളും ചേർന്ന് ഒരു ചങ്ങാടം ഉണ്ടാക്കി ആ ചങ്ങാടത്തിൽ കയറി നീ രക്ഷപ്പെടണം. അതിനുശേഷം ആ ചങ്ങാടം നീ മറ്റുള്ളവർക്ക് വേണ്ടി അവിടെ തന്നെ ഉപേക്ഷിക്കണം എന്ന് ഒരു വിദ്യാഭ്യാസവുമില്ലാത്ത അമ്മ പറയുന്ന, സങ്കടത്തോടെ മാത്രം വായിക്കാൻ പറ്റുന്ന ഒരു കഥ. അച്ഛൻ ചെറുപ്പത്തിലെ തന്നെ ഓരോ പ്രാരാബ്ധങ്ങളും കടവും മൂലം ഭാര്യയെയും ഈ 4 മക്കളെയും ഉപേക്ഷിച്ച് കടം വരുത്തി വെച്ച് അച്ഛൻ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും ഒളിച്ചോടി പോകുന്ന ഒരു അപ്പനെയാണ് ഇതിൽ കാണുന്നത്. ശേഷം അമ്മയും മക്കളും ജീവിക്കാനായി പൊരുതുന്നതും ഏറ്റവും നിസ്സഹായമായ അവസ്ഥയിൽ 4 മക്കളെയും കൊണ്ട് ഈ അമ്മ കല്ലാർകുട്ടി ഡാമിലേക്ക് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതും അതിൽ മൂത്ത മകളായ 10 വയസ്സുള്ള ജെസ്സിയോട് അമ്മ പറയുന്നു, മകളെ, ഞാൻ ആദ്യം വെള്ളത്തിൽ ചാടും, തുടർന്ന് നിങ്ങൾ ചാടി മരിക്കണം എന്ന് അമ്മ പറയും. പക്ഷെ അപ്പോൾ ജെസ്സി, അമ്മേ, എനിക്ക് വെള്ളം പേടിയാണ് എന്ന് പറയുന്നത് അതൊരു ഫീലിംഗ് ഉള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും. തുടർന്ന് ജെസ്സി പറയുന്നു, നമ്മളെ ഈ നാട്ടിലല്ലേ എല്ലാവരും അറിയുള്ളൂ, നമുക്ക് ഏതെങ്കിലും നാട്ടിൽ പോയി ജീവിക്കാം അമ്മേ, തെണ്ടിയെങ്കിലും ജീവിക്കാം, നമുക്ക് ആത്മഹത്യ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് പറയുന്നതും ഈ കഥയിലുണ്ട്. ഇത്ര പട്ടിണിയിലും ബാബു ഒരു ദിവസം ഒരു തേങ്ങ അന്യൻ്റെ എടുത്തു കൊണ്ടുവരുമ്പോൾ അമ്മ തല്ലുന്നതും അത്ര അവസ്ഥയിലും ധാർമ്മികത നിലനിർത്തുന്നതും പിന്നീട് മക്കളെ അനാഥാലയത്തിൽ കൊണ്ടുവന്നാക്കുന്നതും ബാബുവിനെ തൃശ്ശൂരിലെ ഒരു മണ്ണുത്തിയിലുള്ള അനാഥാലയത്തിൽ ബാബു കഴിയുന്നതും 1.25 വർഷം ബാബു അവിടെ ഈ അനാഥാലയത്തിൽ ആ സമയത്തുണ്ടാകുന്ന അനാഥാലയത്തിലെ നീതികേടും അവസ്ഥകളും ഒരു 8 വയസ്സുകാരനോടുള്ള ജാതി തിരിച്ചുള്ള അവഗണനയും എല്ലാം അതിൽ വിശദമായി വിശദീകരിക്കുന്നുണ്ട്. 9-ാം വയസ്സിലെ എൻ്റെ ഓർമ്മയിൽ ബാബുവിൻ്റെ അനുജത്തി ബിന്ദുവിനെ കാണാതാകുന്നതും തുടർന്നുള്ള കാര്യങ്ങളും പിന്നീട് അമ്മ അനാഥാലയത്തിൽ വന്നു നോക്കുമ്പോൾ നിറയെ മേലാകെ ചൊറിയും ചിരങ്ങും പിടിച്ച അവസ്ഥയിലേക്ക് അമ്മ ഈ അനാഥാലയത്തിൽ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നതും കഥയിൽ വരുന്ന വിക്രമനും പാരഗൺ ചെരുപ്പും സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഇരുന്ന സമയത്ത് ഭക്ഷണമില്ലാത്ത അവസ്ഥയും കൂടെ പഠിക്കുന്ന സുബൈദ എന്ന കുട്ടി ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതും പിന്നീട് ഉള്ള പഠന കാര്യങ്ങളും പാറത്തോടും ബോണ്ടയും അമ്പിളിയും എല്ലാത്തിനും അപ്പുറം സ്നേഹത്തിൻ്റെ ടെസ്സി ടീച്ചറും ഇടയ്ക്ക് പോകാൻ കഴിയുന്ന അമ്മയുടെ പുല്ലു മേഞ്ഞ വീടും സ്വാന്തനവും പ്രോത്സാഹനവുമായി വരുന്ന കുഞ്ഞമ്മയും പള്ളിയിൽ പോക്കും ജോസച്ചനും വപ്പുകാരനും എല്ലാം ചേർന്ന് ഉള്ള നല്ല ഒരു കഥയാണ്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ
ആ ബാല്യകാലവും കേരളത്തിൻ്റെ അവസ്ഥ വരച്ചു കാട്ടുന്നു. കൗമാര കാലഘട്ടത്തിൽ തന്തയില്ലാത്തവൻ എന്ന് കേൾക്കുന്നതും ഭ്രമണം തെറ്റിയ കൗമാരവും വളർന്നു വരുന്ന ദേഷ്യവും അതിനെ തുടർന്ന് അമ്മയോട് തോന്നുന്ന ചെറിയ ദേഷ്യവും വീട്ടിൽ നിന്ന് ഒളിച്ചോടി പോകേണ്ടി വന്നതും ഹോട്ടലിൽ പണിയെടുക്കുന്നതും എല്ലാം വിശദമാക്കുന്ന ഒരു കഥയാണ്. തുടർന്ന് എങ്ങനെയൊക്കെയോ പഠനം നടത്തുന്നതും 10ാം ക്ലാസ്സിൽ വലിയ മാർക്കൊന്നുമില്ലെങ്കിലും 10ാം ക്ലാസ്സിൽ ജയിക്കുന്നതും പിന്നീട് +2 പഠിക്കുന്നതും അച്ഛൻ പട്ടത്തിനായി പഠിക്കാൻ പോകുന്നതും തുടർന്ന് ഒരു റെക്കമെൻഡിൽ SB കോളേജ് ചങ്ങനാശ്ശേരിയിൽ പഠിക്കുന്നതും ചങ്ങനാശ്ശേരിയിൽ ഡിഗ്രിക്ക് പഠിക്കുന്നതും ഡിഗ്രി പഠനശേഷം ഡൽഹിയിലെ ജാമിയ മില്ലിയ യൂണിവേഴ്സിറ്റി കോളേജിലേക്ക് പഠിക്കാൻ പോകുന്നതും ആ സമയത്ത് അമ്മയ്ക്ക് ക്യാൻസർ രോഗമാണെന്ന് അറിയുന്നതും അവിടെ സൈക്കോളജി പഠിക്കുന്നതും തുടർന്ന് ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ഫ്രാൻസിലേക്ക് പോകാനുള്ള ഒരു സ്റ്റുഡൻറ് വിസ കിട്ടുന്നതും തുടർന്ന് ഈ സമയത്ത് വീട് വിട്ടുപോയ അപ്പൻ നാട്ടിലേക്ക് തിരിച്ചു വരുന്നതും അമ്മ അപ്പന് 2 കൈകൾ നീട്ടി സ്വീകരിക്കുന്നതും ആ സമയം അമ്മ മക്കളോട് പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾക്ക് മുമ്പ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നത് അപ്പനാണെന്നും അപ്പനെ ഞാൻ സ്വീകരിക്കുമെന്നും അപ്പനെ ഇഷ്ടമില്ലാത്തവർക്ക് വീട് വിട്ട് പോകാമെന്നും പറയുന്ന, ഞാൻ അയാളെ സ്വീകരിക്കുമെന്നും പറയുന്ന ഒരു അമ്മയുടെ ചരിത്രവും അതിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ പറയുന്നതും ബാബു പിന്നീട് ഫ്രാൻസിലേക്ക് പോകുന്നതും അവിടെ പഠിക്കുന്നതും ഫ്രാൻസിൽ ഇരിക്കെ അപ്പൻ അമ്മയെ അസുഖ സമയത്ത് പരിചരിക്കുന്നതും അവിടെ ഫ്രാൻസിൽ വെച്ച് പള്ളിയിൽ വെച്ച് ഒരു സ്ത്രീയെ പരിചയപ്പെടുന്നതും ആ സ്ത്രീ ബാബുവിനെ സഹായിച്ചിട്ട് അമ്മയെ കാണാൻ കേരളത്തിലേക്ക് വരുന്നതും അവിടെ വെച്ച് അമ്മ മേരി, നന്ദിക്കുന്നേൽ മേരി അപ്പന് ബാബുവിൻ്റെ കയ്യിൽ നിന്നും 12 ചെക്കുകൾ വാങ്ങിക്കൊടുക്കുന്നതും അപ്പനെ നോക്കണമെന്നും അപ്പൻ ജീവിച്ചിരിക്കുന്ന കാലത്തോളം മരണം വരെ ചിലവിന് കൊടുക്കണമെന്നും സ്ഥലം വിൽക്കാൻ പാടില്ലെന്നും കാർഷിക ആദായം അമ്മയ്ക്ക് കൊടുക്കണമെന്ന നിർബന്ധ ബുദ്ധിയും അപ്പനും അമ്മയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തെക്കുറിച്ച് അവിടെ പ്രതിപാദിക്കുന്നു. പിന്നീട് അമ്മ മരിച്ച ശേഷം എല്ലാ ദിവസവും ബാബു കല്ലറയിൽ പോയി കരഞ്ഞ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കുറച്ചുനാൾ അത് തുടർന്നപ്പോൾ അപ്പൻ മറ്റു 3 മക്കളെയും കൂടി വിളിച്ചു വരുത്തി ബാബുവിന് വഴികാട്ടിയാകുന്നതും അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കണമെങ്കിൽ നീ ഫ്രാൻസിലേക്ക് പോകണമെന്നും അമ്മ ആഗ്രഹിക്കുന്നത് അതാണെന്ന് പറഞ്ഞ് ബാബുവിനെ വീണ്ടും ഫ്രാൻസിലേക്ക് വിടുന്നതുമാണ് ഈ കഥ. അപ്പോൾ ഈ കഥയിൽ 1970-80 കാലഘട്ടത്തിൽ ജനിച്ച് ഉള്ളവർ